ഇത് അമ്മായി കാക്ക. മൈലാഞ്ചിക്കര ഗ്രാമത്തിന്റെ എല്ലാമെല്ലാമാണ് ഇദ്ദേഹം. ഇരുണ്ടും വെളുത്തും കാലം നീങ്ങുന്ന ഈ ഗ്രാമത്തിലെ എല്ലാ സംഭവങ്ങളിലും അമ്മായി കാക്കയുടെ ഇടപെടലുകളുണ്ട്. വിഷയങ്ങൾക്കും വിശേഷങ്ങൾക്കും പഞ്ചമില്ലാത്ത ഇക്കാലത്ത് നമുക്കിടയിലേക്ക് ഒരു പുതിയ വിശേഷം. ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവനിലാത്മവിദ്യാലയമേ. ആത്മവിദ്യാലയം 500 ആൾക്ക് പത്രം കൊണ്ട് MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ച്. കാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഇവനവന്റെ മീനേറ്റ് കൊണ്ടിരിക്കുന്നത്. അതും കണി കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ ജീപ്പ് എടുക്കാൻ. മനസ്സിലായോ? നിങ്ങൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യം. ആട്ടെ, പ്രസിഡന്റ് എന്ത് പറയുന്നു? പ്രസിഡന്റേ, ഞാനോ? ഞാൻ ഗാഠമായി കൂലങ്കഷമായി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ ഇരുവശവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ, അതാണ് നമുക്ക് ആവശ്യം. അതൊരാട്ടു സൂപ്പിന്റെ ഫലം ചെയ്യും. അല്ല സാർ, തിരുവനന്തപുരത്തേക്ക് വിളിക്കണോ? തിരുവനന്തപുരത്തിന് എടുക്കാവുന്നതിലേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെയായി ഈ പ്രശ്നത്തിന് തിരുവനന്തപുരത്തേക്ക് വിളിക്കണേ. എവിടെ നിന്ന് കിട്ടിയോടോ തനിക്ക് ഈ പ്രസിഡന്റിനെ? അതിനൊക്കെ ഞങ്ങളുടെ പ്രസിഡന്റ്. നാട്ടുകാരുടെ റോഡ് എന്താക്കണ പൈസ കൊണ്ട് സ്വന്തം വീട് നന്നാക്കിയാനല്ലേ നിങ്ങളുടെ പ്രസിഡന്റ്? ഇവിടെ ഇദ്ദേഹം ആയതുകൊണ്ട് ഉപകാരമില്ലെങ്കിലും ഉപദ്രവമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്, മറിച്ച് പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യം. 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ചത്. എന്റെ വഴിയിൽ MIT വെച്ചാൽ ഇനിയും ഞാൻ തകർക്കും. ഓ, കാലിരാഘവൻ അമ്മായി കാക്കനെയും കൊണ്ടുവരണ്ട. എടരാവക നല്ല അക്ഷരശുദ്ധി. എന്തോ കാലിരാവക എന്തെന്തോ. ചരിത്രത്തിൽ എത്ര യുദ്ധം ഉണ്ടായിക്കണ്? ഒരുപാട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ യുദ്ധമൊക്കെ ഇല്ലാണ്ടായി? അതങ്ങനെ എങ്ങനെ ഇല്ലാണ്ടായി? അത് അങ്ങനെ ഇങ്ങനെയൊന്നല്ല, പിന്നെ ഇടപെടലുണ്ട്. ഇടപെടലുകൊണ്ട് ഒരു മേശന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു യുദ്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് മേശ എടുത്തു എവിടെ നിന്നാ മതി, മേശ ഒന്നും എടുക്കാൻ പോണ്ട. പിന്നെ ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ ആരാധകർത്ത് നിങ്ങൾ തന്നെ. ഞാനല്ല. എന്നാ പ്രസിഡന്റ് ആയിരിക്കും. ഞാൻ പ്രശ്നത്തെ പറ്റിയൊന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. നിങ്ങൾ പഠിച്ചിടുമ്പോഴേക്കും ഭൂമി മലയാളം മുഴുവൻ കത്തിയിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായി. മൈനം പാണ്ടനെ കുത്തിയതിന് എന്തോ എന്തെന്തോ നാക്കാലിന്റെ വർത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. മനുഷ്യൻ മൂർച്ചുള്ള കത്തി കൈമ പിടിച്ച കുത്തിറാത്തി വളർത്തുമ്പോഴാ ഓന്റെ ഒരു ഉദാഹരണം പറച്ചില്. വാസു, എന്താ എന്റെ പ്രശ്നം? 500 ആൾക്ക് പത്രം കൊടുക്കുന്ന MIT അയാൾ വണ്ടി കയറ്റി പൊളിച്ച്. അത് മോശമായി പോയി. അത് ശരിയാ, കേറ്റി പൊളിച്ചത് മോശമായി പോയി. തല്ലി പൊളിക്കാറുന്നില്ലേ? വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയില്ല ഇവന്റെ MIT കൊണ്ട് വെക്കുക. അത് മോശമായി പോയി വാസു. സാറില്ല ദാമോദര. അയ്യോ, മൂട്ടിന് തീ പിടിച്ചിരിക്കുമ്പോഴാണ് ആകാശവാണി റേഡിയോ ഒന്ന് ഓടി. പ്രശ്നം അതൊന്നുമല്ല. 10-28 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഏറെ കൊതിച്ചു. ചെയ്യാത്ത ചികിത്സയില്ല, നേരാത്ത വഴിപാടില്ല. ഞാൻ പ്രശ്നത്തെ പറ്റി ഒന്ന് പഠിക്കട്ടെ. എന്തിനും ക്ഷമയാണ് ആവശ്യം. പഠിക്കല് നിർത്തിയാട്ടെ ദാമോദര. അജ്ജി പറയും. അവസാനം ഈ 50-ആം വയസ്സിൽ ആലോചിച്ച് എനിക്ക് സഹിക്കണില്ല. അതൊരു നല്ല കാര്യമല്ലേ. അതിന് കാര്യമാണ്. എന്റെ MIT പൊളിച്ചപ്പോ ഞാനൊരു ഉന്തുന്തിന്നുള്ളത് നേരാ. അത് ശരിയാ. MIT പൊളിച്ച ആരായാലും ഒരു ഉന്തിൽ തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. എന്റെ അമ്മോ, എമ്മാതിരി ഉണ്ടായിരിക്കും അത്. സ്വപ്നങ്ങളൊക്കെ തകരണ ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് വിളിക്കണോ? ഇയാളൊരു മുടിഞ്ഞ വിളി. അതൊക്കെ കള്ള മനുഷ്യ. MIT തകർന്നോടെ തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. പൈസ കൊടുത്ത് MIT ഇനിയും കിട്ടും. നിന്റെ ഉന്തിൽ ഞാൻ ചെന്ന് വീണത് ഗർഭിണിയായ എന്റെ ഭാര്യയുടെ വയറ്റത്താ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് പിറക്കാനിരിക്കുന്ന എന്റെ കുഞ്ഞാടോ. ഓ അല്ല അമ്മായി കാക്ക, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ ഒരു പോംവഴി? വാസുവോ, ദാമോദര,
പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? വഴക്കും വക്കാണും കൂടിയിട്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളെ ചെറിയ ബുദ്ധി തോന്നിയൊരു വിവരം നമ്മൾ നിങ്ങളോട് പറയാ. പത്രം കൊടുക്കല് വാസുവിന്റെ ജീവിത പ്രശ്ന. പത്രം കിട്ടുകയെന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് MIT നന്നാക്കണത് വരെ വാസു കൊടുക്കണ പത്രം ദാമോദരൻ എല്ലാ വീട്ടിലാണ്ട് എത്തിക്കുക. എന്തേ ദാമോദരന്റെ നഷ്ടം തീരാത്ത നഷ്ടാണ്. ദാമോദരന്റെ ഭാര്യയ്ക്ക് ഇഞ്ഞ് ഗർഭം ഉണ്ടാകുന്നത് വരെ വാസുവിന്റെ കൂടെ അങ്ങോട്ട് താമസിക്കട്ടെ. നീരിനായി നീര് വന്ന് നീരമായി നീ
മറ്റെന്ത് കുറവുണ്ടെങ്കിലും പിരിവില് നമ്മുടെ പാർട്ടി കുറയ്ക്കാൻ പാടില്ല. അതെ, സ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഇന്ന് എവിടെ തുടങ്ങുന്ന പറഞ്ഞ്? ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഹലോ, ആ പ്രസിഡന്റ് അല്ലേ? ഞാനൊന്ന് പഠിക്കട്ടോ. എന്താ പഠിക്കട്ടേനോ? മൂപ്പർക്ക് പ്രസിഡന്റ് അല്ലേ പറയാൻ പഠിക്കണത്രേ. ഹലോ, ആ വാസുവാണ്. ആ മറ്റേ സ്ക്വാഡ് എവിടെ ഇറങ്ങിയിരിക്കുന്നത്? നഗർ കോളനിയിലോ? നല്ല തുടക്കം. പടച്ചിപ്പാത്തിന് വിട്ടുന്ന പേര് പോയിക്കോളായിരുന്നു. ഇങ്ങനെ തൊട്ടേനും പിടിച്ചാനും ഒക്കെ കൂടി കൂടിയാന്തോറും കാര്യം ചോദിച്ച് നടക്കാൻ നാണോ മാനോ ഇല്ല ഞങ്ങൾക്ക്. ഇത്ര പോരായോ ഞങ്ങള്? അല്ല താത്ത, ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോണത്. അതിന്റെ വിജയത്തിനായി ഒരു സംഭാവന. നിങ്ങളുടെ സമ്മേളനം കൊണ്ട് പാത്തൂന് എന്താ കാര്യം? പാത്തൂന് എജ്ജപ്പം ചൂടണെങ്കിലേ പാത്തു തന്നെ എണ്ണ ചൂടാക്കണം. അല്ലാണ്ട് നിങ്ങളുടെ നേതാക്കന്മാര് വരുവാടാ. ഞങ്ങളും വളർന്നു വരുന്ന പഞ്ചായത്ത് നേതാക്കളാ. ഞാനും വളർന്നു തന്നെ ബേക്കറീസാടാ. എന്നോട് പറയണ്ടേ നിങ്ങളുടെ കളി. മര്യാദക്ക് എന്റെ അടുത്ത് പുറത്തിറങ്ങിക്കോ. പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. വേറെ നേരം മെനക്കെടുത്താൻ നമുക്ക് അത്ര പോക്കണ്ട വീട്ടിൽ പോവാം. ചെല്ല് ചെല്ല്, ഓന്റെ അടുത്തേക്ക് എന്നെ ചെല്ല്. ഓൻ തരും, വണ്ടി കണക്കിന് തലയിൽ വെച്ച് തരും. മോനെ ചെക്കാ, തരക്കെടില്ല. ഇന്നെന്താ റസിയ ബീഗത്തിന്റെ മുഖത്തൊരു കനപ്പ്? ജാസ്മിൻ സെന്റ് മണത്ത കുറിഞ്ഞിപ്പോറ്റിയേ മാരി. എന്ത് പറഞ്ഞാലും ഈ ബാപ്പാക്ക് തമാശയാ. നിങ്ങൾ ഇങ്ങനെ മോനെ ഡാ ചെക്ക എന്നൊക്കെ വിളിക്കണോണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടികൾ എന്നെ കളിയാക്ക. തല കിട്ടിയ ആ അബീസെ സുലകി ഒക്കെ വിളിക്കും ഡാ ചെക്കാന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോനെ ഞാൻ മോനേന്നെ വിളിക്കൂ. മോനീ ചായ ബാപ്പാന്റെ കയ്യിലേക്ക് എടുത്തു തരീൻ. ബാപ്പ മോനെ എന്നുള്ള വിളി അവസാനിപ്പിച്ചാലേ ഈ കൈകൊണ്ട് ഞാൻ ചായ എടുത്തു തരുള്ളൂ. നമുക്ക് മോനും മോളുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മോനേനെ വിളിക്കൂ. മോളുടെ ഉമ്മ മരിക്കുമ്പോ മോൾക്ക് 8 മാസം പ്രായം, ക്ലേക്ലേന്ന് കറിയ. എന്തിനാ ബാപ്പ രാവിലെ തന്നെ ഈ സെന്റിമെന്റ്സ്? ഇത് എത്ര പ്രാവശ്യം കേട്ടതായി റസിയ. ഇതാ ചായ, വേഗം കുടിച്ച് പോക്കിൽ പോയി ഈ അത്രയൊക്കെ വിറ്റ് വന്നാട്ടെ. പാപ്പ പോയിട്ട് വരട്ടെ. പോക്കിരിക്ക, വൈകുന്നേരം വരുമ്പോ 2 പഞ്ചു ഇട്ടണേ. സ്ഥലമുണ്ട് പ്രസിഡന്റ്. ഇന്നെന്താ എല്ലാരും കൂടി ഓവാലത്തുമ്പിൽ ഒരു റാജ്യം വെച്ച്? അല്ല, ആ പത്രത്തിൽ എന്തുണ്ട് പ്രസിഡന്റ് വിശേഷം? അമ്മായി കാക്കന്നെ വായിച്ചോ. അപ്പോ നമ്മള് പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇവിടെ അപ്പൊ ഓക്കെ. ഹലോ, അദ്വാണ് കാടന അബ്ദു. മിസൈലിന്റെ കൈകാലം വെച്ചിക്കണം പ്രസിഡന്റ്. ഈ പത്രം ഞാൻ ഇപ്പൊ തരാം. ഓ, വായിച്ചോളൂ. പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ചോളൂ. സമാധാനാണ് നമ്മുടെ നയം. എല്ലാ സമാധാനവും ഇവിടെ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. 20 കിലോനല്ലേന്ന് ഞാൻ എത്തിക്കാന്ന്. ഞായറാഴ്ച അല്ലേന്ന്. ഇനി അതുകൊണ്ട് നിങ്ങളെ കല്യാണം മുടങ്ങൂലാന്ന് ഞാനാ പറയണേ. അതങ്ങനെ വാക്കൊന്നും മാറ്റണ്ട. ഇറങ്ങിക്കണ് കാണിച്ചോ. ബഷീർക്ക് ഗൾഫിൽ നിന്നാ എന്റെ പഠിപ്പ് അതോടെ തീരും. അവരെത്ര ചോദിച്ചേ? ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ പെങ്ക് 100 കൊടുത്തെന്ന് കേട്ടത്. പെൺകുട്ടികളുടെ ഒരു വിധിയെ. ഇത്രയൊന്നും കല്യാണം പറയൂല, കച്ചവടം പറയൂ. ആട്ടെ, നിന്റെ ആളെ കാണലുണ്ടോടി? എവിടുന്ന് കാണാൻ? ട്രെയിനിങ്ങിന് പോയിക്കല്ലേ. ട്രെയിനിങ്ങിനോ? ആ, ബേക്കറി ട്രെയിനിങ്. എന്താ അമ്മയൊക്കെ ഭയങ്കര ആളെ പേടിപ്പിക്കാ? മൈലാഞ്ചിക്കാരൻ മുള്ളുണ്ടാക്കിയത്. വന്നോ? ആ മൈലാഞ്ചി കാട്ടിൽ ഒളിച്ചിരിക്കണ്ട്. മയ്യത്താണ്.
തന്നെ ഒരു 1000 നോട്ടീസ് കൊണ്ട് അടിച്ചാളി. നിങ്ങളെന്തിനും കാണിച്ചു തരാം. സ്കാൻ ചെയ്ത ആള് കാണിക്കും. അങ്ങനൊക്കെ നമ്മളെ പഠിച്ചില്ല കാക്ക. അവിടെ നിൽക്കുക ഒന്ന് നിൽക്കിയത് ക്ഷീണത്തിനല്ല ഐസുണ്ടല്ലോ. ഒന്ന് പനും കൊടുക്കും, ഒന്ന് പനും കൊടുക്കും. പൈസ കേട്ടോ. ആർതാരും എടുക്കാൻ എന്തത്? ആരിപ്പോ ഈ നേരത്തെ? ഹലോ, അതല്ലേ എന്താ അന്തും കുന്തും ഇല്ലാത്ത മനസ്സിനാണ്ടാ ഇങ്ങനെ വെറുതെ സൈക്കിൾ ഔട്ടിട്ട് എന്താ കാര്യം? ഞാനിവിടെ ഉണ്ട്. പാവ അദ്ദു. നമുക്ക് കാക്ക നിങ്ങളാണല്ലേ? നിങ്ങളാ ഞാൻ. പടിയാ നിങ്ങളെ ഞാൻ ചവിട്ടി കൂട്ടും. കാക്ക നിൽക്കരുത്, ഓടിക്കല്ലേ നിങ്ങ. കാണിച്ചു തരാം നമുക്ക് കാക്ക. കാണിച്ചു തരാം. എന്താ കാട്ടിയത്? ചെറുപ്പക്കാർക്ക് ബജ്ജി എടുക്കാനും പറ്റൂലേ? തരം കിട്ടിയ പീഡിപ്പിക്കൂലേ? കാലിലെ ചെരുപ്പ് ഊരും പാത്തു. ഈ ബിലീസിന്റെ സന്തതി. ആ മേൽവിലാസില്ലാത്ത കത്തു അനക്ക് എന്നെ കിട്ടില്ലേ? നമുക്ക് കാക്ക ഇതിനുള്ള ബോണസ് കൂടി നിൽക്കാൻ തരാം. അവിടെ നിൽക്ക്. വിധി എനക്ക് അനുകൂലല്ല മോനെ. കാണിച്ചോ പാട്ടാ. വണ്ടി എടുക്കണോ? ഇതിലും നല്ലത് അദ്ദൂന് പിടി കൊടുക്കേനി. എന്റെ കാലിന്റെ വീട്ടില് ക്ലച്ചുള്ളൂ, ബ്രേക്ക് ഇല്ലേ? വേറൊരു ഓട്ടോറിച്ചുണ്ട്. നായ എന്താണൊക്കെ കൂടി ട്രാഫിക്കിലാ പണി. നിർത്തുമോനെ, നിർത്താൻ പറഞ്ഞാൽ നിർത്തിക്കൂടെ? എനിക്ക് വണ്ടി അനക്കാരാണ്ട് ലൈസൻസ് തന്നേ.
അത് ഞമ്മളെ വണ്ടിയാണ്. നമ്മളെ സ്വന്തം വണ്ടിയാണ്, തറവാട്ട് വക വണ്ടിയാണ്. നിർത്തണം 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 നിർത്തണം. ഒറ്റ കൂത്തോട് കുട്ടികളുടെ ഇവരൊക്കെ എങ്ങോട്ടാ പോണത്? മൂത്താപ്പാര തലക്കീനോത്തിനാ. ഈ നായ ആരും കാത്തിക്കാണ്. അല്ല, വേറൊരു വണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് വിവരവും വിദ്യാഭ്യാസവും സംസ്കാരമുള്ള ഡ്രൈവർമാർ. കൈ കാട്ടണ്ട, കൈ കാട്ടണമെന്ന് തോന്നിയ അപ്പ നിർത്തും. വിട്ടൂടെ വീടടാ, വിട്ടൂടടാ. എട്ടും പത്തും മുട്ടനാടുകളെ മുട്ടിമേച്ച് വെട്ടി തുറക്കി ഇറച്ചി കച്ചവടം ചെയ്തിനാ ഈ കാരണത്തു. ആ ഇഞ്ഞോടങ്ങളെ കളി ഭീഷ്മഞ്ചലി അർത്താണ് ഞാൻ. മാറ്റോ കത്തി, കത്തി ഒന്നിനും പരിഹാരമല്ലടോ. അത് ചൂടാകല്ലേ, കാര്യം എന്താ പറ നീ? നിങ്ങളെന്താ പ്രസിഡന്റ് മുണ്ടാണ്ടിരിക്കണം? ബാലർന്ന് എന്തെങ്കിലും പറ. ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ. നിങ്ങൾ പഠിച്ചും ചിന്തിച്ചൊക്കെ വരുമ്പോഴേക്ക് അറവ് ഒരു വെപ്പിലൂടെ കഴിയും. അതോ നീ സമാധാനമായിട്ട് കാര്യം തുറന്നു പറ. നിങ്ങക്ക് ഒന്നും അറിയില്ല. എന്റെ കൂടെ പുറപ്പായിട്ട് ഒന്നേ ഉള്ളൂ, എന്റെ പെങ്ങള്. ഓളുടെ ജീവിതം ഇയാള്. അന്റെ പെങ്ങളെ പീഡിപ്പിച്ചു ഈ അമ്മായി കാക്ക. അയ്യോ, എന്റെ പെങ്ങളുടെ കല്യാണ ഈ ദുഷ്ടം മുടക്കിയത്. മുടങ്ങും വിചാരിച്ചു പറഞ്ഞു ഒന്നല്ല, എളുപ്പം നടക്കട്ടെ എന്ന് വിചാരിച്ചു ലേശം പാലും പഞ്ചാരി അധികട്ട് പറഞ്ഞു പോയതാ. അനക്കയിലെ അത് പിന്നെ ജോലി ഒന്നും ചെയ്യണ്ട. ഉണ്ടായത് എന്താച്ചാ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഉണ്ടായത് ഇതാണ് രാവക മുതല്. പുല്ലും പിണ്ണാക്കും കൊടുത്ത് ഇത്രയും കാലം നോക്കിയത് വെറുതെ. നിരാശപ്പെടല്ലേ കാക്ക? വെക്കണമെന്ന് വിചാരില്ലായിട്ടല്ല രാവക, നടക്കണില്ല. ഞാൻ അതിനെ വാണിയംകുളം ചന്തയ്ക്കുണ്ടോയി, പൊള്ളാച്ചി ചന്തയ്ക്കുണ്ടോയി, വേങ്ങര ചന്തയ്ക്കുണ്ടോയി, മഞ്ചേരി ചന്തയ്ക്കുണ്ടോയി. ഇഞ്ഞു കൊണ്ടുപോകാത്ത ചന്തയൊന്നുമില്ല. പശുവിന് ചെനയണ്ട ഉണ്ടെന്ന് പറയണം. സ്കാനിങ്ങിൽ കണ്ടത് കുട്ടികൾ 2 പറയണം. കഴിഞ്ഞ കറവക്ക് 12 ലിറ്റർ പാല് കിട്ടിയെന്നും പറയണം. 12 ലിറ്റർ പാലുമായിട്ട് 12 ലിറ്റർ മൂത്രം കിട്ടണില്ല. 3 ലിറ്ററേ കിട്ടണുള്ളൂ. എന്ത് മൂത്രോ? അല്ല, പാല്. വെറുതെ അല്ല കച്ചവടം നടക്കാത്തത്. 12 ലിറ്റർ ആണെന്ന് തന്നെ പറയണം. എന്നാ 12 12 കച്ചവടം നടക്കട്ടെ. ഹലോ, കച്ചവടം ഉറപ്പിച്ചു. വൈകുന്നേരം അഡ്വാൻസ്. എന്താ രാവക അതിന്റെ കുട്ടൻസ്? എന്റെ അമ്മായി കാക്ക വാ, കച്ചവടം നടക്കണം. കുറച്ചൊക്കെ കൂട്ടി പറയണം. അതിപ്പോ പൈ കച്ചവടമായാലും തലക്കച്ചവടമായാലും പെൺകെട്ടായാലും. എന്നാ ശരി, കാണാം. അമ്മായിക്കൊക്കെ എങ്ങോട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ തന്നെ രാഘവന്റെ ലേശം തിരക്കുണ്ട്, ഞാൻ നടക്കട്ടെ. അല്ല, തിരക്കുള്ള അന്നെ ഞാൻ പിടിച്ചു നിർത്തിയമാരുണ്ടല്ലോ. എനിക്കൊണ്ട് തിരക്ക്. പയ്യനെ നോക്കാൻ ആള് വരുന്ന ദിവസാ ഓനൊരു തിരക്കിന്റെ മുതലാളി. ഒരു മിനിറ്റ്. ഈ കാലി രാഘവന്റെ വീടാ? എന്തേനു? ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ഈ ബ്രോക്കർ രാഘവന്റെ വീട് ഇവിടെ എവിടെയാ? നമ്മളെ കാലിന്റെ. മനസ്സിലായി മനസ്സിലായി, നിങ്ങളാണ് ആൾക്കാരില്ലേ? ഞങ്ങളെ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. മറ്റൊന്നില്ലെങ്കിലും പാരമ്പര്യമുള്ള കൂട്ടത്തിലായിരിക്കണം. അത് പിന്നെ പറയണോ? അടക്കം ഒതുക്കും നിർബന്ധം. എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? ചവിട്ടും കുത്തും ഒന്ന് പെറ്റാന്നുള്ള അഹങ്കാരം ഒന്നും നോക്കില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്തേ? എന്താ ഓളെ തടിമിടുക്കൂസിനും ഇപ്പൊക്കെ പള്ളയിലുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭം? അത് ശരി, നിങ്ങൾ പറഞ്ഞതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്ന് പെറ്റതിനെ കല്യാണം കഴിക്കാൻ മാത്രം ഞങ്ങൾ അത് വെച്ചിട്ടില്ല. പാടാങ്ങള് ഞമ്മളെ പൈക്ക് കല്യാണാലോചനയോ? അല്ല, ഞമ്മളത് പറയട്ടെ. ഒന്നും പറയണ്ട. ആ ഇറച്ചിക്കാരൻ കാടാബ്ദുവിന്റെ ഒറ്റ പെങ്ങളാണ്, നല്ല അടക്കമൊക്കെയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഹിമാർ രാഘവൻ നമ്മുടെ കൈ കിട്ടണ്ടേ? പാൽപായസത്തിലാണല്ലോ പറച്ചോനെ കോയിച്ചാറൊഴിച്ച്. ഇതാണ് ഉണ്ടായ സംഭവം. അള്ളാണ് റസൂലാണ്. ഇതല്ലാണ്ട് ഞമ്മള് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മായി കാക്ക
കന്ന് കച്ചവടം പറമ്പ് കച്ചവടം പോലെയാണ് പെൺകെട്ട്. ഒന്നും കേക്കണ്ട. നേരെ ഒരാഴ്ച അതിന്റെ ഉള്ളില് ഇന്റെ പെങ്ങുകിന്റെ ചെക്കനും കൂടി നിങ്ങൾ ഇന്റെ വീട്ടിൽ കയറണം. മനസ്സിലായോ? എന്റെ ഇക്ക കാല പെട്ടെന്ന് കരുതി കറക്കാൻ കല എടുക്കല്ലേ. ബെസ്റ്റ് ഇക്ക. ഓരല്ലോ ഉപകാരം ചെയ്താല് ഒലക്ക കൂലി കിട്ടുന്ന കാല അത്. അല്ല, എങ്ങനെയുണ്ട് പോക്കറ ഇപ്പൊ ബിസിനസ് ഒക്കെ? ഒന്നും പറയണ്ട എന്റെ അമ്മായിക്കാക്ക. ടൗണില് മുഴുവൻ ഊതും ഊതിന്റെ അത്തറും. ഞങ്ങളെ പോലുള്ളവരുടെ നടന്നു വിൽപ്പന മഹാമോശ. നാട്ടുകാര് പറയണത് അങ്ങനെയൊന്നും അല്ലല്ലോ. അത്തറും വിറ്റ് പൈസ ഉണ്ടാക്കി 10 സെന്റ് സ്ഥലം ടൗണിൽ എടുക്കാൻ പോകാണെന്ന് ഇപ്പൊ ഒരു ശ്രുതിയുണ്ട്. നാട്ടുകാർക്ക് പലതും പറയാൻ പറ്റും. അവരുടെ വർത്താനത്തിന് വേലി കെട്ടാൻ ഞമ്മക്ക് പറ്റില്ലല്ല. ആ, നീ പലപ്പോഴായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ചില്ലറ നിക്ക് തന്ന വലിയ ഉപകാരമായിരിക്കും. തര പോക്കറെ, ഇജ്ജ് കുറച്ചും കൂടി ഒന്ന് ക്ഷമിക്ക്. വേറെ നിവൃത്തിയൊന്നുമില്ലല്ല. അന്ന് പിന്നെ പോക്കറെ നമുക്കൊരു ചായ കുടിച്ചിപ്പിക്കാം. വേണ്ട, എനിക്ക് ചായ വേണ്ട. ഒരു ആനവണ്ടി വരാണ്ട് അതിൽ കയറി പോണ്ടതാ. അതിന് ശേഷം വരാനുള്ള മിസിയം കല്ല് പോലത്തെ മിനി വണ്ടിയാണല്ലോ. അതിൽ ഇജ്ജ് കയറിയാ പിന്നെ നാട്ടുകാർക്ക് കയറാൻ സ്ഥലം ഉണ്ടാവില്ല. വേണ്ട പോക്കറെ, വേണ്ട. എന്റെ അടുത്ത് വേണ്ടാട്ടാ. വരട്ടെ. തിരിഞ്ഞു നിക്കടാ, ഇങ്ങോട്ട് തിരിയടാ, തൊള്ള കാട്ടടാ, തിന്നടാ, ചാടടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ നിന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കാൻ. എടാ നീ ഒരു നേതാവിന്റെ നായാണ്, അത് നീ മറക്കരുത്. പാത്തുവിന്റെ വീട് ഏതാ? ഏത് പാത്തു? ഹലോ പ്രസിഡന്റ്, അഡ്രസ് പറഞ്ഞോട്ടെ. ഹലോ, അതെ, ഈ പാത്തുവിന്റെ വീടാൻ ചോദിച്ചു. പാത്തു ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ. ചിന്തി പഠിക്കട്ടെ. അതെ, ഈ പാത്തുവിന്റെ വീട് ഒന്ന് പറഞ്ഞു തരുമോ? എന്താ അഡ്രസ്? പാത്തുവിന്റെ വീട് മേദീന്റെ ഉമ്മ, മൈലാഞ്ചിക്കര. ഓ, നമ്മുടെ മൊയ്തുവിന്റെ ഉമ്മ പഠിച്ചിപ്പാത്തു. അന്റെ ഉമ്മയാണ് പഠിച്ചിപ്പാത്തു. പോറ്റാൻ പഠിച്ചാ പോരാ, ചെല്ലും വിളി അനുസരിച്ച് വളർത്താനും പഠിക്കണം. ജയ് ഖദീജാനെ വളർത്താൻ പഠിപ്പിക്കണ്ടടി. പടച്ചിന്റെ കാര്യം നോക്കിയാ മതി. അതെടി, പാത്തുന്റെ കാര്യം നോക്കിയോണ്ടാ രണ്ടെണ്ണത്തിന് ഇവിടെ പിടിച്ചു കെട്ടിട്ടേക്കണത്. പാത്തുവോ മര്യാദക്കാക്കി വിട്ടോ. നിന്റെ സ്വഭാവം എനിക്ക് അറിയില്ല. ഇച്ച് വലിയ ഭർത്താനൊന്നും പറയണ്ട, ഞമ്മടെ മുമ്പിൽ നിന്ന് പോയിക്കോച്ച്. ഈ പാത്തുവോ, ഈ മര്യാദക്ക് ഐറ്റുകൾ എന്ത് വിടണോ? ഞാൻ ഇപ്പൊ എന്റെ അടുക്ക് വരണോ? എന്റെ അടുക്ക് വന്ന എന്റെ കാല് നമ്മള് പറ്റും. ഈ പാത്തുവ പറയണത്. എന്റെ ബാപ്പ കബർമാന്തി കലന്തം വന്നാലും അയച്ചു വിടൂല പാത്തു. വിടരുത് പാത്തോ, വിടരുത്. നിങ്ങൾ എന്ത് കായ പൊറിച്ച ഭർത്താനൊന്നും പറയണത്? എന്തെന്നായാലും വിടരുത് എന്നുള്ള ഒരൊറ്റ അഭിപ്രായം എനിക്കുള്ളൂ. രണ്ടെണ്ണത്തിന് നമ്മൾ ഔത്ത് കെട്ടിട്ടിട്ടുണ്ട്. ഓളെ മക്കളെ ഈ ഔത്ത് കെട്ടിട്ടാലും പോലീസ് കേസാവൂല പാത്തോ. നിങ്ങൾ എന്തിട്ട് ഭർത്താനൊന്നും പറയണത്? ഓളോർത്ത പൂവങ്കോയും പെടക്കോയും എപ്പം നോക്കിയാലും നിന്റെ പോരേന്റെ ഔത്താണ് കൈകൊട്ടിക്കുന്നത്. ആ കാര്യാണ് നമ്മള് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ചീത്തപ്പേരുള്ളതാണ് ഈ നശിപ്പിക്കരുത്. കേറി കേറി മുറത്ത് കേറി കൊത്തുങ്ങള്. അല്ല, നിങ്ങളിപ്പോ എന്തെടുത്തിന് അങ്ങോട്ട് വന്നത്? അല്ല പാത്തു, ഒരു 2000 ഉറുപ്പ്യന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് സഹായിക്കണം, ഒരു ചെറിയ തിരിമറി. ഇവിടെ തിരിയില്ല മറിയില്ല. നിങ്ങള് വേണ്ടപ്പെട്ട ആളല്ലേ, അത്ര പോക്കർ ഓനോട് പോയി ചോദിച്ചോളി. അള്ളാണ് റസൂലാണ്. അത് ഞമ്മക്ക് ഹലാലായ പൈസയല്ല. ഓൾ സെന്റും കുപ്പിയിൽ ചിമ്മിണി എണ്ണ കലക്കി വിൽക്കണ പൈസയല്ലേ. അത് ശരി. എന്നാല് കരിയമിന്റെ ചായപ്പീടിയെന്ന് നിങ്ങളെ എന്റെ നെജപ്പ് മോശാന്നും പറഞ്ഞില്ലേ? നിങ്ങൾക്ക് തരാൻ എന്റെ കജ്ജിൽ ഒരൊറ്റ പൈസ ഇല്ല.
കാക്കോയ് പറച്ചിപ്പാത്തൊരു വീടത്. കാക്കോയ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ എന്തീ കറണ്ട് അടിച്ച മാറിക്കണേ? ഈ പറച്ചിപ്പാത്തൊരു വീട് പറയുന്നു പാത്തൊരു വീട്. ഓ 110 kV കറണ്ടാണ് നീ എന്റെ അടുത്തേക്ക് വരണത്. ഞാൻ മംഗലാപുരത്തുനിന്നാ, മൊയ്തീന്റെ അടുത്തുനിന്ന്. ഇത് മുഴുവൻ മൊയ്തീൻ തന്നതാ, മൊയ്തീന്റെ ഉമ്മക്കരാൻ. അല്ല എന്റെ പറച്ചോനെ, ഇജ്ജ് എന്റെ മോന്റെ അടുത്തുനിന്നാ വരുന്നേ? ഇതൊക്കെ എന്റെ മോക്ക് തന്നേച്ചാ നിങ്ങൾക്ക് പോകാനായില്ലേന്നു. ആ ഇജ്ജ് കൊത്തിരിക്ക്, ഉമ്മ കുടിക്കാൻ എന്തേലും എടുക്കാം. പാത്തൂന് 2 കണ്ടെയ്നർ ഉണ്ടല്ലോ, മോൻ കൊടുത്തയച്ച്. എന്താടോ? അതെ, അത്ര പോക്കറിന് വീഴതാ. പൊയ്ക്കോടുന്നു എൻ്റെ ഒരു ജീൻസും ടീഷർട്ടും. ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ ഒരു തുള്ളി കട്ടൻ ചായ കൊല്ലി പറഞ്ഞെങ്കിൽ പഞ്ചാരം ചായപ്പൊടിയും കിട്ടിയിട്ട് വേണം. അപ്പോഴാ ഓൻ്റെ ഒരു എങ്ങോട്ടാണോ ഈ സമയത്ത്? നിക്കാ സൗക്കത്താജിനെ കാണണം. എന്നെ മുക്രിപ്പണിന്ന് പിരിച്ചുവിട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? മൂപ്പരെ കണ്ടൊന്ന് സംസാരിക്കണം. പറ്റുമെങ്കിൽ എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. പിന്നെ കുറച്ച് ശമ്പള ബാക്കി തരാനുണ്ട്, അതും വാങ്ങണം. പിന്നെ ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. ഞാനെന്നാ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഓള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അസ്സലാമലൈക്കും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ പണി എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പനെ എനിക്ക് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ, എനിക്കതല്ലാതെ വേറെ ഒരു പണി അറിഞ്ഞൂടാ. എന്റെ ശമ്പളം ബാക്കി തരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 വട്ടം കമ്മിറ്റി യോഗം വിളിച്ചതാ. പക്ഷെങ്കിൽ കോടതി ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ ചെയ്യട്ടെ. ആരോ ഓന്റെ കാര്യം എന്നോട് പറയണ്ട. ഇന്നെ തോപ്പിക്കാനും വേണ്ടി ചെങ്കോടി വീരാനും ബോട്ട് മറിച്ചുത്തിയാനാണ് 3 ലക്ഷം റുപ്യ ഞാൻ പൊട്ടിച്ചേ. എന്നിട്ടോ 2 ബോട്ടിലാണ് ഞാൻ തോറ്റേ. വിടുകയാനാ ഇന്റെ മോനെ. ആ എന്താ നോമ്പല്ലേ? മധുരമൂറും പെരും നുണയി കരളിലേറ്റിയ ദുനിയാവ്. മധുരമൂറും പെരും നുണയി കരളിലേറ്റിയ ദുനിയാവ്. മരുവിലൂടെ നീരൊഴുകും പോലെ മഹാപ്രവാചക വചനമെന്നും. എന്റെ കൽബിന്റെ കുൾബായ റസിയായിക്ക് എനിക്കിവിടെ സുഖം തന്നെ. അതുപോലെ നിന്നെയും ബാപ്പയും കരുതട്ടെ. നിന്നെ കാണാത്ത ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അധികം താമസിയാതെ ഞാൻ നിന്റെ അടുത്തെത്തും. ഇവിടെ എല്ലാത്തരം അലുവകളും ഉണ്ട്. നീലലുവ, പച്ച അലുവ, ചുവന്ന അലുവ. ഈ അലുവകളൊക്കെ കാണുമ്പോൾ ഞാൻ അന്ന് തന്നെ ഓർക്കും. ഈ കത്തുമായി പറഞ്ഞത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അസറുദ്ദീൻ പട്ടാണിയാണ്. ഈ മറുപടി കൊടുത്തയക്കുമ്പോ അനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം പറയണം എന്ന് നിന്റെ സ്വന്തം
മൊയ്തീൻക. അസ്സലാമലൈക്കും. വാലേക്കും സലാം. അത് നമ്മുടെ ചായ ആയിരുന്നു. ചായക്കുണ്ടോ പേറ്റന്റ് അവകാശം? ആ ഇനി നിങ്ങളുടെ ചായ നമ്മൾ കുടിച്ചോളാം. മോനെ ഒരു ചായയും കൂടി. എന്താ ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം? ലേസം പൈസ നിനക്ക് ആ പാത്തുവിനോട് ചോദിച്ചാ പോലെ. നിന്റെ വലിയ ചങ്ങാച്ചിയല്ലേ ഉള്ളു. അള്ളാണോ റസൂലാണോ? ഹലാലായ പൈസ നമ്മള് കൈകൊണ്ട് തൂങ്ങും. മോൻ എന്തെടുക്കായിരുന്നു അപ്പുറത്ത്? ഞാൻ പഠിക്കായിരുന്നു വാപ്പാ. കണ്ട എന്റെ മോള് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പഠിക്കണം പഠിക്കണം. ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് വേണം പെൺകുട്ടികൾ പാസ്സാകാൻ. അല്ല ഖദീസ, ഇങ്ങനെ മെലിഞ്ഞു ഒസാന്റെ കത്തി മാതിരി അയക്കണല്ലോ. എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ അമ്മായിക്കാക്ക. ആ പകച്ചി മാട്ടും മാനം ചെയ്ത് എന്നെ നശിപ്പിക്കാൻ നോക്കുക. അത് ചെയ്യും, ഓൾ അതും ചെയ്യും, അതിലപ്പുറം ചെയ്യും. എന്തോ ഓളുടെ നാവ്. അതിനോളം മർമ്മം നോക്കി ഇജ്ജും പറയണം. ഓളോ കുറുക്കൻ അന്തൃപ്പ എവിടെയാ? പോകൂലേ? ആണുങ്ങൾക്കോളുടെ വർത്താനം കേട്ട് നിക്കാൻ പറ്റുവോ? അതുകൊണ്ടല്ലേ ആ ചെക്കനെ പറ്റി 56 കഴിഞ്ഞതിന് മുൻപേ ഓ സ്ഥലം വിട്ടത്. തന്നെ ഓളെ സ്വഭാവം അനുസരിച്ച് ഒരാണ് പോയിട്ട് ആരാണ് ഓളെ കൊടുത്ത് കഴിക്കൂ. നേരെ മറിച്ചല്ലേ ജി? എന്താ എന്റെ സ്വഭാവം പട്ടുപോലെയല്ലേ? അതുകൊണ്ടല്ലേ 5-6 ആണുങ്ങൾ മാറി മാറി എന്റെ കൂടെ യാതൊരു ഇടങ്ങേറും ഇല്ലാതെ കഴിഞ്ഞുകൂടിയത്. കടന്നു പോയി ഹാമുക്ക് വരണം പറഞ്ഞാ വന്നേ പറ്റൂ. എന്താണ് പ്രസിഡന്റ്, ഒരു ഉദ്ഘാടനമല്ലേ? സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണെന്ന്. ചിങ്ങം 3 ആഗസ്റ്റ് 28. എന്താണ്? ഞാനൊന്ന് ചിന്തിക്കണം, ഞാനൊന്ന് പഠിക്കണം. വിളിക്കണോ കേന്ദ്രത്തിലേക്ക്? താനൊരു കേന്ദ്രത്തേക്ക് വിളിക്കണ്ട. അത് പ്രസിഡന്റ് തീരുമാനിക്കും. എന്ത് തീരുമാനം? പാസ്വേർഡ് പ്രസിഡന്റ് വന്നിരിക്കും. എന്താണ്? വരാം. അതാണ്. പക്ഷേ എനിക്കൊന്ന് പഠിക്കണം. എന്താ ഇത് പഠിക്കേണ്ടത് സ്കൂളാണ്? വേശുട്ടമ്പോ പ്രസിഡന്റ് എന്തായാലും വരും. ഞാനല്ലേ പറയുന്നത്. പാസ്വേർഡ് വരാന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് വരാതിരിക്കരുതേ, വരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല, വരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല, വരാന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് വരാതിരിക്കരുതേ. സലാമുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഞാനാ മൊയ്തു. പഠിച്ച് പാത്തുന്റെ മൊയ്തു എന്ന് പറഞ്ഞ മൊയ്തീൻ. അല്ല, ഇതാരെ? നമ്മുടെ മൊയ്ത് മൊയ്തല്ലേ? മൊയ്ത് ഇങ്ങനെ പാപ്പ. ആയിക്കോട്ടെ. എന്റെ പൊന്നെ, എന്തൊരു ഉഷ്ണം. ഞാൻ മദ്രാസ് മേലിലാ വന്നേ. എന്തൊരു ചൂടാ. അടുത്ത ബജറ്റിൽ ഈ പഞ്ചായത്തിന്റെ ചൂട് കുറയ്ക്കാൻ ഒരു സെൻട്രൽ എ സി തന്നെ ഈ പഞ്ചായത്തിൽ ഫിറ്റ് ചെയ്തിരിക്കും. എന്റെ അല്ലോ, അത് എമ്മാതിരി AC ആയിരിക്കും പ്രസിഡന്റ്. ഇതൊക്കെ നടക്കണ കാര്യമാണോ നേതാവ്? നടക്കണ കാര്യം രാഷ്ട്രീയക്കാർ പറയോ? ഇവൻ ഏത് മൊയന്താ? മൊയന്ത എങ്ങനെ? പാപ്പന്റെ പാപ്പന്റെ പാപ്പ. ഹൈ, എന്താ അക്രമ സമാധാനാണ്ടത്? വെറുതെ എല്ലാരും കൂടി പ്രകോപിപ്പിക്കാണ്. ആരാണ്ട ബല മൊയന്തെന്ന് വിളിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? എടാ മൊയന്ത, അന്നാരടാ മൊയന്തെന്ന് വിളിച്ചേ? പാപ്പന്റെ പാപ്പ. ഇവിടെ നിന്ന് ചീത്തയാണ്ട ബാബാ, പെരെ പോയി ചീത്തയായിക്കോ, അല്ലെങ്കിൽ ജിന്റെ കൂടെ ഒന്ന് ചീത്തയായിക്കോ. ഇത് പിടിച്ചോ. എന്നാ ശരി. ചക്കപ്പം, വെള്ളലുവ, കറുത്തലുവ, ചുവന്നലുവ, പച്ചലുവ, കടിച്ചാപ്പറിച്ചി, തേങ്ങാമുട്ടായി, കടലമുട്ടായി, എള്ളുണ്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? പഠിച്ചോന്നാ, ഇതൊക്കെ തിന്നാൻ പഠിച്ചു. നിങ്ങളുടെ വാപ്പ ന്റെ ഇതിന്റെ എന്തോ ഒരു കൂട്ടിന് എന്തോ കുഴപ്പമുണ്ട്. പറഞ്ഞ പൊങ്ങിയിരിക്കുന്നു. അമ്മായിക്കൊക്കെ ഇങ്ങോട്ട് പോയി. അമ്മായിക്കൊക്കെ ഇവിടെ നോക്ക് നോക്ക്. ബാഗ് പെട്ടി, ബാഗ് ഈ എടുത്ത പെട്ടി ഞാൻ പിടിച്ചോളാം. അല്ല അമ്മായിക്കൊക്കെ എന്തേ കാണിക്കണത്? ഇതെന്ത് പകയനാണിത്? അയ്യോ, ഒന്നിനോ മൊയ്തുവല്ലേ? ഇജാളെ നന്നായിക്കണല്ലോ. അനക്കാ മംഗലാപുരംകാരും നന്നായി പിടിച്ചിക്കണല്ലോ. നന്നായിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ? ആ പിന്നെ ഇനി വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും പോയി ചാടരുത്. ഈടാ അവന്റെ പെട്ടിയല്ലേ? അതണ്ടല്ല, അത് ഞാൻ പറയട്ടെ. അതെ, ഞാൻ അമ്മായിക്ക വില പിടിച്ച സാധനങ്ങളിലാണ് അതില്. എന്തൊക്കെയാടാ ഈ പെട്ടി?
എന്താ നിങ്ങൾക്ക് പെട്ടിമറയൊക്കെ ഒരു പണി? അതോ ഞാനൊന്ന് മൂത്രം പാത്താൻ നോക്കിയത്, എനിക്ക് ബാത്റൂം ഇല്ലാണ്ട് പാത്താൻ പറ്റൂലോ. പെട്ടിമറയാക്കി പാത്തി നോക്കിയത്. ഇന്നലെ നടന്നില്ലേ? ഇങ്ങനെ മൂത്രത്തികളുണ്ടോ? ഞാൻ പൊടിച്ചാ നോടകണ്ട കൂതിഞ്ഞു. ഇതെന്തേ മൊയ്തു അന്റെ ഉമ്മ പെരയും പൂട്ടി ഏർവാടിക്കറ്റ പോയിക്കണ? എവിടെ പോയാലും മൊയ്തുവിന്റെ ഉമ്മ വരും. ഉമ്മ ആരാ മോൻ? അമ്മയ്ക്കൊക്കെ വന്നേ തട്ടി. എന്റെ പൊന്നെ എന്ത് കണേ ഇതിലൊക്കെ. ഇതൊക്കെയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് മേടിച്ച സാധനങ്ങൾ അതിനകത്ത് ഇറക്കി വെക്കിട്ടാ. അത്തറ് പോക്കറിന്റെ മോളും തമ്മിൽ എന്താണ്ടാ? ഞങ്ങള് വലിയ അടുപ്പിലാണ്. അല്ല അരിപ്പത്തിലാണ്. അല്ല അടുപ്പത്തിലാണ്. എന്ത് മൊയ്തങ്ങളുടെ ബാപ്പ കത്ത് 3 മംഗലാപുരത്തിന് എഴുതി. ഒന്നും ഒരു ഉസാരല്ലേക്ക. ആരാണ് എഴുതി തന്നത്? എന്റെ ഒരു ഇന്റിമേറ്റ് സുഹൃത്താണ് അസുറുദ്ദീൻ പട്ടാണി. ആരാണ്ട് ഈ പട്ടാണി? ഇങ്ങനെ കണ്ടിട്ടുണ്ടാവൂല. എന്റെ ഉമ്മന്റെ അടുത്തേക്ക് ഞാൻ 3-4 പെട്ടി കൊടുത്തയച്ചേക്കണ്. കൊരങ്ങൻ കുപ്പായിട്ട് ചങ്ങായി. ഓനെ കണ്ട പട്ടാണി ഒന്നും തോന്നില്ല. ഒരു ഉസാറിന് കത്തെഴുതിയാലേ പെൺകുട്ടിയെ പങ്കുവരുള്ളൂ. ആട്ടെ, മംഗലാപുരത്തിന് എന്ത് ശമ്പളം കിട്ടി? അതാ ചെലവ് വെച്ചിട്ട് 1500 റുപ്യ കിട്ടും. ഇതേണ്ട പൈസ 1 2 3 4 5 6 7 8 9 10 12 13 14 16 20,000 പിന്നെ എത്ര പൈസ ഉണ്ട്? ഇത് ഇങ്ങക്ക് ഇതെന്തിനാണ്ട് എനിക്ക് ഇടിയോട്ടാണ്ടിരിക്കാനോ? തന്റെ ഉമ്മ കൊടുത്ത 50 പൈസ റങ്കുള്ള കത്തിയാൻ എഴുതി തരാ. പീസ് ലേസം കൂടും. അങ്ങനെയാണ് പീസ് എത്ര വേണ്ടി തരാ? ഒന്ന് എഴുതി തരി. 500 8 പീസ്. 3 4 5. ആട്ടെ, എങ്ങനെ കത്തോക്ക് കൊടുക്കുക? ഞാനങ്ങനെ കൊടുക്കണെന്നാ. ഞാൻ അവളുടെ വാപ്പാടേ കൊടുക്കും. മോക്ക് കൊടുക്കണേന്നും പറഞ്ഞിട്ട് ഒരു മൊയൻ തന്നെ. മൊയന്റെ വാപ്പല്ലേ? ഓളെ ബാപ്പാന്റെ കൈമൽ എന്റെ തല കിട്ടിയാല് സുമോ ഗുസ്തിക്കാരന്റെ കൈമല് കൊട്ടനടക്ക കിട്ടിയ മാതിരിയായിട്ട്. അതിനുള്ള കൊടുക്കൻ ടൈം ഞാൻ പറഞ്ഞുതരാം. അതിന് പറച്ചിൽ പീസ് 500. ഇനി ഞാൻ തരൂല. എന്നാ പറച്ചിലുമില്ല. മൊയ്തു, ഇതാണ് ഉദരവൽക്കരണം. ഞാൻ അണക്ക് ചെയ്തു തരുന്നത് ആഗോളവൽക്കരണം. വൽക്കരിച്ച് വൽക്കരിച്ച് എന്റെ പേഴ്സ് എത്തിയോ പോലെ പറഞ്ഞു തരി. അന്റെ മൊഞ്ചത്തി റസിയാക്ക് ചോറ് വെയിച്ചിട്ടുണ്ടോ ഒരു ഉച്ചമയക്കം? ഓളെ പാപ്പ അത്ര പോക്കർ അവിടെ ഉണ്ടാവൂല. ഈ നൂലുമ്പില് മുട്ടായും കത്തും കെട്ടി ഓളെ മുറിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. കത്ത് നൂലുമ്പിൽ ഇങ്ങനെ ഇറങ്ങി വരും. ഓള് കിടക്കണോടത്ത് എങ്ങനുണ്ട്? ലോകത്തിൽ ആദ്യമായിട്ട് നൂലുമ്പില് മുട്ടായും കത്തും ഇറക്കി കൊടുക്കണ കാമുകണ്ടോ? ഇങ്ങനാണ് ശരിക്കുള്ള ശാസ്ത്രജ്ഞൻ. കത്ത് കൊടുക്കണ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എഴുതിക്കോളി, എഴുതിക്കോളി. റസിയ, പുന്നാരമോളെ റസിയ, അത്ര മോളെ സെന്റ് റസിയ, ഊതാണ് ബാപ്പ നിന്റെ പോക്കറ്, നീ ഊതിന്റെ അത്തറ് റസിയ. ഈ നായക്കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ കൊടുക്കുന്ന സമയത്താണ് ഈ ചന്തനായുടെ ഒരു കൊര. ഇപ്പൊ നായ എന്താ ബാപ്പാന്റെ മോനൊരു മൂളിപ്പാട്ട്? ഒന്നുമില്ല ബാപ്പ. എന്താന്നറിയില്ല, ബാപ്പാക്ക് വല്ലാത്തൊരു ക്ഷീണം.
അതുകൊണ്ടാ നേരത്തെ കച്ചവടം നിർത്തിങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് നടു നിർത്തട്ടെ. ഒരേന്നായതുകൊണ്ട് കഞ്ഞി പള്ള നിറച്ചങ്ങോട്ട് കുടിച്ചു. ഞാൻ ബീത്താത്താനോടൊന്ന് പോയിട്ട് വരാം. വേഗം വരണം. ഒന്നും മയങ്ങി എണ്ണീറ്റ ബാപ്പാക്ക് സ്ട്രോങ് ഒരു ചായ തരണ്ട. ശരി ബാപ്പാ. അയ്യോ ഓ പടച്ചോനെ. മുള്ളില്ലാത്ത സാധനം വെച്ചിട്ട് വെയില് കെട്ടാൻ പറ്റില്ല. എന്തത്? എൻ്റെ അമ്മ, ചട്ടിക്കകത്ത് കറിയല്ല പൂച്ചെടിയാണ് വയ്ക്കുന്നത്. നായക്കുട്ടിയുടെ മൂച്ചു ഞാൻ. സൂപ്പർക്കത്തിൻ്റെ അതിർപ്പത്തി ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ ഡൈവ് ചെയ്യാം. ഇനി ലെറ്റർ വഴി ചൂണ്ടയിടാം പോലെ മെയിൻ കടിക്കുന്നത് പോലെ റസിയായിട്ട് ലെറ്റർ എടുത്ത് കടിച്ചു പിടിക്കുന്നു. ഞാൻ ചൂണ്ടയിൽ കോർക്കുന്നു. ചുണ്ടത്ത് ചെന്ന് അവൾ ഉണ്ടാകുന്ന അവളുടെ എന്റെ പഠിച്ചോനെ തട്ടി പുന്നാര റസിയ ഒരുപാട് റസിയ നീ കേട്ടോ. എനിക്ക് ഞാനാന്ന് ഞാനാ റസിയ. എനിക്കറിയാം ഇത് വായിക്കുമല്ലേ. റസിയ ചക്കര കുടമേ. എന്റെ റസിയ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസ മൊത്തം നിനക്ക് തരും. എഴുന്നേക്ക, കത്ത് വായിച്ചിട്ട് വാ. റസിയ എഴുന്നേക്ക് റസിയ. എന്നതാ ഇത്? അന്നാണ് റസൂലാണ് റസിക്ക് കത്ത് കൊടുക്കാൻ വന്നതല്ല, ഞാൻ പട്ടപ്പറത്തി പഠിക്കാൻ വന്നാണ്. അന്റെ ഉമ്മാന്റെ പട്ടം പറപ്പിക്കല് നമ്മുടെ കൂടിന്റെ അകത്താ. ഇനി മേലിൽ ഇന്റെ പുരേന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കണ്ടുപോകരുത്. ആയിക്കോട്ടെ, ഇനി മേലല്ല ആവർത്തി. മീൻ മഴയായിരിക്കുമോ? ഇന്ത്യ വിട്ട റോക്കറ്റ് തലയും കുത്തി വീണ് പറ്റിയായിരിക്കും. ഇന്ത്യ വിട്ട റോക്കറ്റ് അല്ല, അത്ര പോക്കറ വിട്ട റോക്കറ്റാണ്. ആ മരുന്ന് നിറച്ചത് നിങ്ങളാണ്. എന്നെ ഗംഗാമോചി നീക്കി പറ്റിയത് പോക്കറാക്കന്റെ ഒറ്റ ചവിട്ട് ഞാൻ 3 റുപ്യ പോയിന്റ് ഇപ്പുറത്താണ് ഒന്ന് വീണത്. 4 കണക്ക് ലാഭമാണ്, 3 റുപ്യ ലാഭം കിട്ടിയില്ലേ? അതിനെനിക്ക് ഈ വഴിക്കല്ല വരേണ്ടത്, എനിക്ക് 6 റുപ്യ കൊടുത്ത് വേറെ വഴിക്കാ പോകേണ്ടത്. നിരാശപ്പെടല്ല മൊയ്തോ. എത്ര പ്രാവശ്യം മൂക്കുത്തി വീണിട്ടാണ് റൈറ്റ് സഹോദരന്മാര് വിമാനം പറത്താൻ കണ്ടുപിടിച്ചത്? ആണോ? അപ്പൊ ഞാനും കണ്ടുപിടിക്കും. കഴിഞ്ഞ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് നിങ്ങളുടെ ശിങ്കടി ഈ നീർക്കോലി ഭാസ്കരം മുക്കി എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ശാന്തരാകൂ, രോഷം ഒന്നിനും പരിഹാരമല്ല. ഞാനൊന്ന് പഠിക്കട്ടെ. നോക്ക് വാസേട്ടാ, മൂപ്പര് പഠിക്കട്ടെ, ഏതെങ്കിലും LP സ്കൂളിൽ ചേർക്കാം. വെള്ളപ്പൊക്ക ഫണ്ട് പിരിച്ചപ്പോഴാണ് എന്റെ വീട് പണി. ഇനി വരൾച്ച ഫണ്ട് കൂടി പിരിച്ചാ പെയിന്റിങ് കഴിയും. അതിനെന്നെ അങ്ങനെ നീർക്കോലി എന്ന് വിളിച്ചത്. ശാന്തരാകൂ, സമാധാനമാണ് നമ്മുടെ സമരമാർഗം. ഇന്ന് രാത്രി 10 മണിക്ക് വാസുവിന്റെ വീട്ടിൽ വിളിച്ച യോഗത്തിൽ ഭാസ്കരൻ പങ്കെടുക്കണം. അവിടെ വിശദീകരിക്കട്ടെ കാര്യങ്ങള്. കേട്ടോടെ നിർക്കോലി, രാത്രി 10 മണി മറക്കണ്ട. ശരി, രാത്രി 10 മണി. അമ്മായി കാക്കാ, ഇത് ഞാനാണ്. പേരും മേൽവിലാസമൊക്കെ നിശ്ചല ചിഹ്നമാണല്ലോ.
അതാ ഇത് ഞാനാണ്. ഇത് ഞാനാണ്. മൊയ്തോന് പേടിക്കണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞൂടെ നമുക്കേ? അതെ, ഞാനിവിടെ പേടിയായിട്ട് നിൽക്കണാണ്. അതെ, എനിക്ക് ഒരുപാട് പേടിയാണ്. ചൂട്ടും കത്തിച്ചോണ്ട് ഒരാൾ വന്നാണ്ടപ്പോ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. പേടിക്കണ്ടോ? എന്റെ മുന്നിലായിരുന്നു. ജിന്റെ പിന്നിലായിരുന്നു. ജിന്റെ പിന്നിലായിരുന്നു. മനസ്സിനൊരു ഉറപ്പുണ്ടായി. ഒരു കാര്യം ചെയ്യും, എന്റെ മുന്നിലും പിന്നിലും കൂടി ആയിരുന്നു ഞാൻ തടുക്കായിരുന്നോളാം. അമ്മായിക്കൊക്കെ എന്ത് വർത്താനം പറയണത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നിച്ച് നടക്കാം. ആ കാണാണ് പള്ളിക്കാട്. അതൊന്നും എനിക്ക് പേടിയായിട്ട് പാടില്ല. പേടിക്കണ്ടടാ, പേടിച്ചാ വയറിളകൂ. ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത്. ബഹളം പറ്റിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞത് അതാ നിനക്ക് നല്ലത്. നിനക്കോട് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് ചതിയാണ്. വീട്ടിൽ നിന്നിറക്കിയത് ഇതിനായിരുന്നോ? ആൽബത്തിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞു വിളിച്ചിട്ട് എന്നെ ഇത് ആൽബപീഡനാടാ. അത് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ. സർട്ടിഫിക്കറ്റ് ആണ്. എന്നെ പോലുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് കാണാൻ പറ്റൂല. ഞാനൊരു കുടുംബത്തിന്റെ അത്താണിയാണ് സാർ. അത്താനാണെങ്കിൽ ഞാൻ അവിടെ പോയി ചുമടിറക്കിയാലോ? ഇവിടെ ഒരു കുട്ടി നിന്ന് രക്ഷപ്പെട്ടാവല്ലേ? അത് അന്ന വിചാരിച്ചിട്ടാ. അതെ, അന്ന ഉദ്ദേശിച്ചിട്ടാ. അതിക്കന്നെ വിചാരിച്ചിട്ടേ. ഒരു വടിയോട്ട് എടുക്കടാ. തങ്കമണിയും വിതുരിയും കഴിഞ്ഞപ്പോ പൊന്തക്കോട്ടിന്റെ ഉള്ളിലാവും പോലെ പീഡനം. നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ ഈ വയസ്സാം കാലത്ത് വടിയും കുത്തിപ്പിടിച്ച് നടക്കണം. ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിലേ നാളെ എണ്ണച്ചിൽ ഒഴിവാക്കണ കോയിച്ചണ്ടി മാതിരിയായി പോവാ പെൺകുട്ടി. വടി എവിടെ നിന്ന് കിട്ടും? ഇപ്പം വേലിപ്പത്തിൽ ഊരടാ. ഇന്ന് നേരത്തല്ലാണ്ട് പിന്നെ എപ്പളാ ഊര? ഇതുവരെ നിങ്ങൾ കേട്ടത് അഗ്നിനക്ഷം എന്ന നാടകത്തിന്റെ 2ാം ഭാഗം. 3ാം ഭാഗം അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം. അടുത്തതായി കൊച്ചി നിലയത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട എന്താ മൈക്കാക്ക ഞാൻ വിളിക്കിരിക്കണ കാണാമെന്നാണോ? പിന്നെ കാണാൻ പറ്റിയൊരു പരിപാടി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എനിക്ക് ഇവൻ കൂടെ വേണം. റേഡിയോ തോമസ് ഒരു കലാകാരൻ തന്നെ അല്ലേക്കാ? തന്നെ മറക്കിരിക്കുമ്പോഴും അതല്ലേ റേഡിയം കൈമല്. വെറുതെ അല്ല ഒരു കലാമണം. നിങ്ങള് പേടിച്ചു പോയില്ലേ അമ്മായിക്കാക്ക?